നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് സാരി കുറച്ച് കുർത്തീസ് കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത്. സാരി വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ ക്രേപ്പ് ജോർജറ്റ് സാരി, ഇത് സെമി ഫങ്ഷൻ വെയർ സാരിയാണ്. 6 ആഗ് പ്രിൻ്റ് വരുന്നത്. ഇപ്പോൾ ഇത് വന്നിട്ട് ഇൻഡിഗോ ഷെയ്ഡ്. ഇതുണ്ടല്ലോ, ഇതിനകത്ത് മുന്താണിക്ക് വരുന്ന അജ്രക്ക് പ്രിൻ്റാണ്. നല്ല ഒതുങ്ങി കിടക്കും. ഇപ്പം നിങ്ങൾ ഇതിലത്തെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഇതൊരു എന്നാ പറയുന്നത്, കാന്താവർക്ക് ചെയ്ത പോലത്തെ ഫീലാണ് തോന്നുന്നത്. പക്ഷേ ഇത് പ്രിൻ്റാണ്. ഈ 6 ആഗ് പ്രിൻ്റ് പോയിരിക്കുന്ന പ്രിൻ്റാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ഒരു അജ്രക്ക് പ്രിൻ്റ് വരുന്ന മുന്താണി വരും. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് പ്ലെയിനാണ്. ഒരു ശരിക്കും ക്രേപ്പ് ജോർജറ്റ് ആണ് സാരി. നല്ല ശരീരത്തോട്ട് നല്ല ഒതുങ്ങി കിടക്കും. നല്ല ഡീപ്പായിട്ടുള്ള കളറാണ്. ഏത് കളർ എടുത്താലും ഇതാണ് അതിൻ്റെ ബ്ലൗസ്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും വേണമെങ്കിൽ ഇടാം, വൈറ്റ് ബ്ലൗസ് ഇടാം. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ല ഭംഗിയാണ്. ഈ പറയുന്ന പോലെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇടാം. ഞാൻ എപ്പോഴും ഈ ഏജ് ഗ്രൂപ്പ് എന്ന് പറയും, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള സാധനമില്ല ഇപ്പം ഈ ഏജ് ഗ്രൂപ്പ് എന്നൊന്നും പറയുന്നതില്ല. പ്രായമായവരും പ്രായമില്ലാത്തവരും എല്ലാവർക്കും ഒരേ ഇതാ സംഭവം അല്ലേ. അവനവൻ്റെ കംഫർട്ടും കാണാനുള്ള ഭംഗിയും നോക്കിയാൽ മതി. എന്നാലും പക്ഷെ ഒത്തിരി ആൾക്കാരും അങ്ങനെ നോക്കുന്നവരായതുകൊണ്ട് ഒന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒത്തിരി പേര് പലരും പറയുമോ എനിക്ക് എൻ്റെ പ്രായത്തിന് അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ പറ്റത്തില്ലെന്നൊക്കെ. സാരമില്ല അല്ലേ, സാരമുണ്ടോ? അടുത്തത് ഇത് വയലറ്റ്. ഇത് ക്രേപ്പ് ജോർജറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏത് കളർ നമ്മളെടുത്താലും അതിൻ്റെ ഡീപ്പാണ് കളറ്. നല്ല കളറാണ്. നിങ്ങളിത് ഹാൻഡ് വാഷ് ചെയ്യരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ലതായിട്ട് അതുപോലെ എക്സ്പെർട്ട് ആണെങ്കിൽ മാത്രമേ ഹാൻഡ് വാഷിന് പോകാവുള്ളൂ. അല്ലെങ്കിൽ കളർ പോകത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. കളർ ബ്ലീഡിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ക്രേപ്പിൻ്റെ തുണി അതുപോലെ ഒട്ടി നമ്മുടെ ശരീരത്തോട് നല്ല ചേർന്ന് കിടക്കുന്ന തുണിയാണ്. അപ്പം ഷാംപൂ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈ വാഷിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത്. നമുക്കത് ഈട് നിൽക്കുമല്ലോ കുറച്ചും കൂടെ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതവനവൻ്റെ യുക്തം പോലെ ചെയ്യുക. ഇതിനകത്ത് ഡ്രൈ വാഷ് തന്നെ വേണമെന്നൊന്നും പറഞ്ഞ് വന്നേക്കുന്നല്ല. ഞാനങ്ങ് പറയും നമ്മളൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് മാത്രം. ഇതാണ് ഇതിൻ്റെ ഈ ബ്ലൗസ്. ഡീപ്പ് കളറിൽ ബ്ലൗസും കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒത്തിരി ഭംഗിയാണ്. വയലറ്റ് കളറ്. ഇനി അടുത്തത് പർപ്പിൾ. ഇതല്ല, ഈ മുന്താണി നല്ല ഭംഗിയല്ലേ, നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ. എല്ലാം പ്രിൻ്റാണ്, അല്ലാതെ വീവിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. പ്രിൻ്റാണ്. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ടാസിലും എല്ലാം കൂടെ ഇതുണ്ട്. ടാസിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയാണ്. താഴത്തെ ബോർഡർ ഇങ്ങനെ വരും, മുകളിലത്തെ ബോർഡർ ചെറിയ ബോർഡറാണ്. പക്ഷേ നിങ്ങൾ 1 പ്ലീറ്റ്സ് ഇട്ടാലും നല്ലതാണ്. 1 പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രസമാണ്, നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഒക്കെ പിടിച്ചൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇനി എല്ലാ സാഹചര്യത്തിലും നമുക്ക് 1 പ്ലീറ്റ്സ് ഇടത്തില്ല. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴല്ലാതെ ഇപ്പോൾ 1 പ്ലീറ്റ്സ് ഇടത്തില്ല. അല്ലെങ്കിൽ ചർച്ചിലൊക്കെ പോകുമ്പോൾ 1 പ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് പോയിട്ട് ഇങ്ങനെ ഇടാനുള്ള സൗകര്യത്തിന് പോകുന്ന കാണാം. അപ്പം മടക്കി വെച്ചിട്ട് പോയാലും നല്ലതാണ്. നല്ല ബോഡി ഷേപ്പും ശരീരത്തിന് സുഖവുമാണ്. ഭയങ്കരമായിട്ട് കംഫർട്ടാണ് ശരീരത്തിന്. ക്രേപ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നമ്മളിപ്പോൾ ഒരു ക്രേപ്പിൻ്റെ ഷോൾ ഇട്ടാൽ പോലും അവിടെ കിടന്നോളൂല്ലോ. അത് നമ്മളെ ഒരു ബുദ്ധിമുട്ടിക്കത്തില്ല. ഒരു റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും കൂടെ എന്തിനാണോ കണ്ടോ. അവരിടയ്ക്ക് വന്നിട്ട് പോയി, കസ്റ്റമർ മീറ്റിങ്ങിനായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ പിടിക്കാൻ പോയി. ഇത് കേട്ടോ, നല്ല സാരി. ഇത്രയേ ഉള്ളൂ. ഇത്രയല്ല, ഒരു സെറ്റ് കൂടെ ഉണ്ട് സാരി. ഇങ്ങനെ അടുത്ത ഒരു ബനാറസി ബോർഡർ വരുന്ന ഭയങ്കര മനോഹരമായിട്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടത് സാരി കേട്ടോ. ഭയങ്കര രസമാണ് ബനാറസി സാരി. മറ്റേ വിസ്കോസിൻ്റെ ഒരു മിക്സായിട്ടുള്ള ഒരു ബോഡി. മുന്താണി നല്ലത്. ഈ പറഞ്ഞ പോലെ ഇതും ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്നാലും ഞാൻ പറയുക, ആർക്ക് വേണമെങ്കിലും ഇടാൻ നല്ല സ്റ്റൈലായിട്ടുള്ള സാരി അല്ല. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ക്രീം കളർ പ്ലെയിനാണ്. പുറകോട്ട് പോകണം. ഇതിൽ കൂടുതൽ പുറകോട്ട് പോകണമെങ്കിൽ ഇത് പൊളിക്കണം. ചളി 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 മതിയാ പുറകോട്ട് പോയത് നിന്നത്.
കുറച്ച് പേരും കൂടെ നിൽക്കുക. ഇതിൻ്റെ ഈ ബോർഡർ, ഇതിൻ്റെ വന്നേക്കുന്ന എല്ലാത്തിനും 3 ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ബോർഡറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിപ്പോൾ ഒരു ഗോൾഡും പിന്നെ ഡാർക്ക് ലാവണ്ടറും കൂടി അല്ലെങ്കിൽ ഒരു നല്ലൊരു പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ. നിങ്ങൾ ഫംഗ്ഷന് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ. ഈ വയലറ്റ് കളറുള്ള പേളുമാലയൊക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി രസമാണ്. പേളുമാല നല്ല വലിപ്പത്തിലുള്ള പേളുമാല ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ചെറിയ സ്റ്റഡ് ആ കളർ ഇടുന്നത് നല്ലതൊന്നും. എല്ലാം കൂടെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ മൊത്തത്തിലൊരു ബഹളമാവും. ഇതാണ് ബ്ലൗസ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നല്ല ഭംഗിയായിരിക്കും. റേറ്റ് ഉണ്ട്. സാരി വിസ്കോസ് ആണ്, വിസ്കോസ് ബനാറസി ആണ് സാരി. അടുത്തത് ഇത്, അത് ഒരു ലാവണ്ടർ, ഇതൊരു ലാവണ്ടർ. ആ ലാവണ്ടറിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രേപ്പ് മിക്സ് ആയിട്ട്, ഗ്രേപ്പിന്റെ കളർ മിക്സ് ആയിട്ടുള്ള ലാവണ്ടറാ. ഇത് തനി ലാവണ്ടർ ഷെയ്ഡ്, ലാവണ്ടറും ഗ്രീനും. മറ്റേത് ഗ്രേപ്പൊന്ന് കറക്റ്റ് ഗ്രേപ്പെന്ന് പറയത്തില്ല, ഒന്നിനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിട്ട്. അതും ഗോൾഡ് വരുന്നു. ഇതും ലാവണ്ടറും ഗ്രീനും. എന്താ സിമ്പിൾ ബട്ട് എലഗന്റ്, നല്ല സാരി. ഈ ഒരു ക്രീമേൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിക്കുക. ക്രീം അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ബോർഡർ വരും. നമ്മൾ പുതിയൊരു സാധനമല്ല, പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷെ അതിനൊരു ഭയങ്കര ലുക്കാണ്. ഇതാണ് അടുത്തത്. ഇത് ഒനിയൻ കളറാണ്, ഒനിയൻ്റെ ഡാർക്ക് ഒനിയൻ ഷെയ്ഡ് വിത്ത് ഗോൾഡ്. കണ്ട എന്താണ് വരുമ്പോൾ ഇങ്ങനെ വരും. എന്താണ് കണ്ടോ സാരി കണ്ടോ നല്ലതല്ലേ നീ. ഇത് ഇത്രയേ ഉള്ളൂ. ഈ സാരി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഞാനത് എപ്പോഴും പറയുന്നത്, എന്നാലും പറയാം. ഇപ്പോഴും ആദ്യമായിട്ടൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ആയിരിക്കും. അവർ വേറെ ചാനലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ക്യാഷ് പേ ചെയ്യുന്നവർക്കാണ് നമ്മുടെ അടുത്ത് പ്രയോറിറ്റി. ക്യാഷ് ഒരു ഇത്ര സമയം വരെ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യും. അല്ലാതെ കഴിഞ്ഞാൽ പിന്നെ വേറെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും. അതിന് നിങ്ങൾ പരിതപിക്കരുത്. അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാം. നമ്മളുടെ പുതിയ കസ്റ്റമേഴ്സ് ധാരാളമായിട്ട് വരുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഷോപ്പിൽ വരുന്നുണ്ട്, ഓൺലൈൻ പുതുതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒത്തിരി മെസ്സേജസ് അയക്കുന്നുണ്ട്. എല്ലാത്തിനും ഒത്തിരി സന്തോഷം. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതെന്നു ചോദിച്ചാൽ അറിയത്തില്ലാത്തവർ വേറെ പലയിടത്തുനിന്നും ഓൺലൈൻ പർച്ചേസ് നടത്തുന്നതായിരിക്കും. എന്നിട്ട് ആ ഒരു രീതിക്ക്, അതുപോലെ വാട്സപ്പ് കോൾ ഇല്ല നമുക്ക്, വാട്സപ്പ് മെസ്സേജ് വഴിയുള്ളൂ. കോൾ എടുക്കത്തേ ഇല്ല. കോൾ എടുക്കണം, ഇനി നിങ്ങൾക്ക് കോളിൽ സംസാരിക്കണമെങ്കിൽ ഞാൻ വേറെ നമ്പർ തരാം. നിങ്ങൾ ആ നമ്പറിൽ ചോദിച്ചാൽ മതി. അവർ വേറെ നമ്പർ, ഷോപ്പിലെ നമ്പർ തരും കേട്ടോ. അപ്പം കുർത്തിയും കൂടെ കാണിക്കാം. കുർത്തി കാണിക്കാന്ന് പറയുന്നത്, കുർത്തിയിൽ നിന്ന് ചുരിദാറിൻ്റെ സെക്ഷനിൽ നിന്ന് കുർത്തിയിലേക്ക് പോയപ്പോഴത്തേനും എനിക്കപ്പോൾ തോന്നി ചുരിദാർ സെറ്റ് കാണിക്കും. ഒത്തിരി കാലം വരെ ചുരിദാർ സെറ്റ് കാണിച്ചിട്ട് ഇതിനകത്ത് ഇവിടെ ഭയങ്കര ലൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഡാർക്കായിട്ടായിരിക്കും. ഞാൻ ഇത്രയും ഡാർക്കായിട്ടല്ല ഇരിക്കുന്നതെന്നാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടോ. ചുമ്മാ പെണ്ണുങ്ങളല്ലേ, സൗന്ദര്യത്തെപ്പറ്റി ഒരു ബോധമില്ലേ അല്ലേ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതേ ചുരിദാർ സെറ്റ് കാണിക്കാം. ഞാൻ വേറെ രീതിക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയൽ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ചുരിദാർ. സിമ്പിളാണ്. അതിപ്പം വലിയ ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതുണ്ടോ, നല്ല ഹാൻഡ് വർക്ക് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഷോളായിട്ട് വരുന്നത് ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ ഷോളിങ്ങനെ കനങ്കാരി പ്രിന്റ് വരുന്ന ഷോൾ. നല്ല ചന്തേരിയുടെ മെറ്റീരിയലാണ്. ചന്തേരി മുതൽ സെമി ജൂട്ടെന്ന് പറയുന്നുണ്ട്. 2 രീതിക്കാണ് ഇതിൻ്റെ സ്റ്റഫിനെ പറ്റി പറയുന്നത്. ഇതിൻ്റെ ഗവേഷകർ ഇതിനെപ്പറ്റി ഒരു തീരുമാനത്തിലെത്തില്ല. അതുകൊണ്ട് ഏത് വേണേലും കരുതാം. ജൂട്ടെന്ന് പറഞ്ഞാൽ എനിക്കിതിനകത്ത് പ്യുവർ ജൂട്ടാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ജൂട്ടിൻ്റെ ഒരു സ്റ്റഫ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചന്തേരി എന്നല്ലെന്ന് പറയാനും പറ്റുന്നത്. ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാതെ. ഇതാണ് ഇപ്പോൾ കാണിച്ചത് ഒരു കളറ്. എല്ലാം ലൈറ്റ് ഷെയ്ഡ്സാണ്. ഇതിന് പെയർ ചെയ്ത് വരുന്ന ലൈനിങ് എന്ന് പറയുന്ന ലൈനിങ് അല്ല, ഷോൾ എന്ന് പറയുന്ന ഇതാ ഒരു പീച്ച് ഷെയ്ഡാണ് എടുത്ത് നിൽക്കുന്നത്. ഇത് ഇങ്ങനെ അടുത്തത് ഇത്
ഷോൾ എല്ലാത്തിനും ഏകദേശം പീച്ച് ഷെയ്ഡ് എല്ലാത്തിനും എടുത്ത് നിൽക്കുന്നത്. ഇത് ഗ്രീന്. ഈ കളറാണ് ഇവിടെ ഷോളിന് വ്യത്യാസം വരുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് വരുന്നത്. ബോട്ടം കാണിച്ചില്ലല്ലേ? അയ്യോ, അതൊന്നും ബോട്ടം ഇല്ല മക്കൾ. ഇതാ ബോട്ടം, സാൻഡോൺ ബോട്ടം. അതിൻ്റെ അടുത്ത കളർ ഇത്. കുറേ കളേഴ്സ് ഉണ്ട് ഇതിനെ. എല്ലാം ഒരു ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളറല്ല, പക്ഷേ ആ ഷോളിൽ വേറൊരു കോൺട്രാസ്റ്റ് വരുമ്പോൾ അതിനൊരു ഭംഗി എടുപ്പും വരും. ഇത് അടുത്ത കളർ. ഇതിനകത്ത് കളറ് പറയാനില്ല, നമുക്ക് കളർ നമ്പർ ഇടുന്നുണ്ട് സ്ക്രീനിൽ, അത് വെച്ച് നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ. മീൻസ് അയക്കാവുള്ളേ. ഇത് വരും. ഞാൻ ഇച്ചിരി പ്രീമിയം കളക്ഷൻസാണ് കാണിക്കുന്നത്. അത് അല്ലാത്തത് നോർമൽ ഡെയിലി വെയർ ആയിട്ടുള്ളതല്ല. ഇച്ചിരി ഹെവി ആയിട്ടുള്ള പ്രീമിയം ഒന്നുമല്ല. ഇത് നമ്മുടെ സെമി ടെസർ കേട്ടോ. സെമി ടെസറാണ്. സ്റ്റഫ് കണ്ടോ ചുവന്ന് കാണിച്ച്. ഇങ്ങനെ ഒരു ഇക്കത്ത് പ്രിൻ്റ് വരുന്ന സെമി ടെസർ. താഴെ ഇങ്ങനെ ഒരു ചെറിയ ബോർഡർ വരും. കോൺട്രാസ്റ്റാണ് ബോട്ടം വന്നിട്ട്. ഷോളാണ് അതിൻ്റെ നല്ല ഭംഗിയാണ്. ടസറിൻ്റെ നല്ല ഫീല് ഉണ്ട്. ടസറിന് സെമിന്ന് പറഞ്ഞത് കൊണ്ട് ടസർ നമ്മളിപ്പോൾ ഒറിജിനൽ ടസറാന്ന് പറഞ്ഞാൽ പോലും, അതായത് ടസർ പല റേറ്റ് വരുമല്ലോ. 5000, 10000, 8000, 4000 അങ്ങനെ പല റേറ്റ് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇച്ചിരി കുറഞ്ഞ ടസറാന്ന് പറഞ്ഞാൽ പോലും സെമിന്ന് പറയേണ്ട കാര്യമില്ല. അത്രയ്ക്ക് ടസറിൻ്റെ ഇതാണ്. ഇതുണ്ടോ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് എങ്ങനെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം, അതേ ഞാൻ പറയുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റമാണ്. താഴോട്ട് കൊണ്ട് കാണിച്ച് കാണിക്കാം. മുടലെടുത്തോ. ഞാനിവിടെ നിൽക്കുന്ന കണക്കാക്കുകയാണ്. ഞാനിവിടെ ഇല്ല. ഇവിടെ കാണിക്കാനാണോ കസ്റ്റമറിനെ? മാറിത്തരണോ? മാറിത്തരാം. ഇത് നേരെ തിരിച്ചു വരും കേട്ടോ. അത് നേരെ തിരിച്ചു വരും. പീച്ച് ഇങ്ങോട്ട് കാണിക്കണേ. ഇതുണ്ട്. അത് ബോഡി ബീച്ച് വന്നു. ബോട്ടം ഷോള് വരുമ്പോൾ ഇങ്ങനെ വരും. ഉണ്ടോ? മുകളിലോട്ട് ബ്ലൂ വന്നു. ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ നേരെ കോൺട്രാസ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെയുള്ളത് ചൂസ് ചെയ്യാം. പീച്ചാണ് ടോപ്പിന് വരുന്നത് ഇഷ്ടമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഈ ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഏതായാലും നല്ലതാണ്. ഭയങ്കര എന്താ പറയുക, നല്ലൊരു ലുക്ക് തോന്നിക്കും കേട്ടോ. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ഫീൽ ചെയ്യും. അടുത്തത് ഇത് ഗ്രീന്. അതിൻ്റെ ബോട്ടം വരുമ്പോൾ രണ്ടോ ഈ ഒരു അടയ്ക്കാടെയൊക്കെ ഒരു കളറ്, ബ്രിക്കിൻ്റെ ഒക്കെ കളറ് ഷോഡ് വരുമ്പോൾ ഇങ്ങനെ. പിന്നെ വേറെ നമുക്കൊരു പുതിയൊരു ഡിസൈനർ മോഡൽ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാതെ. ഇതൊത്തിരി ഉണ്ട്. ഇതുകൊണ്ടോ ഈ ഇരിക്കുന്ന മൊത്തം അതാണ്. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു 3 ഡിസൈൻ മാത്രമേ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടുതൽ ഡിസൈൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിനൻ്റെ സാരിക്ക് വരുന്ന ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. താഴോട്ട് ഇങ്ങനെ ഒരു ബുട്ട വരും. ഇതാണ് ഇതിൻ്റെ ബോട്ടം. നിങ്ങൾക്ക് ഇതുകൊണ്ട് വേണമെങ്കിൽ നേരെ തിരിച്ച് തയ്ച്ചാലും പ്രശ്നമില്ല. ഇഷ്ടം പോലെ തയ്ക്കാം. അങ്ങനെ ഞാൻ എൻ്റെ റെഡിയാക്കി പറഞ്ഞു അങ്ങനെ തയ്ക്കണമെന്നല്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ തയ്ക്കാം. കാരണം സെയിം സ്റ്റഫും സെയിം മെറ്റീരിയലുമാണ്. ഇത് ബ്ലാക്ക്, ഇത് വൈറ്റ്. പിന്നെ ടോപ്പിൻ്റെ അടിയിലാണ് ആ ഒരു ബുട്ട, ഈ ഒരു സാധനം വരുന്നതേ ഉള്ളൂ. ഇത് വരും ഷോള്. ഇത് ഡിസൈൻ ചെയ്യിച്ചെടുക്കുന്നതാണ്. കണ്ടോ? ഈ ഒരു സാധനമാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഷോളിൻ്റെ അടി വരുന്ന മുന്താണി പോലുള്ള ആ ഒരു സംഭവം. ഇതൊരു ഡിസൈൻ. ഇനി അതിൻ്റെ ഡിസൈൻസാണ് വ്യത്യാസപ്പെട്ട് വരുന്നത്. അത് വരുമ്പോൾ ചെറിയ ഡിസൈനല്ലേ. ഇത് ബോഡിയെ നിറച്ചും കുറച്ചും കൂടെ ഡിസൈൻ വരും. ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും. ഷോളിത് ഇങ്ങനെ വരും. കണ്ടോ? ബോട്ടത്തിൻ്റെ അതേ പ്രിൻ്റ് വരും ഷോളിന്. ഇതൊരു ഡിസൈൻ. ഇത് പിന്നെ നല്ല ലിനനല്ല, ഇത് സോഫ്റ്റ് കോട്ടനാണ്. നല്ല കൂടിയ കോട്ടനാണ്. പക്ഷെ നിങ്ങളിത് ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇത് വേറൊരു ഡിസൈൻ. അതിൻ്റെ ബോട്ടം ഷോളും മുമ്പത്തേൻ്റെ പോലെ തന്നെ സെയിമാണ്. ഇനി ഇതിൻ്റെ ഒത്തിരി ഡിസൈൻ കിടപ്പുണ്ട്. ഇതൊരു ഡിസൈൻ, ഇത് വേറൊരു ഡിസൈൻ, ഇതൊരു ഡിസൈൻ,
ഇത് വേറെ ഡിസൈൻ. അങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ട്. ഒരു 7-8 ഡിസൈൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാണിക്കുന്നത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും, നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നൊരു സൂപ്പർ സാധനം. എനിക്ക് ഭയങ്കര എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. ഞാൻ തയ്ക്കണമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂടുകാലമല്ലേ വരുന്നത്. ഇനി അങ്ങോട്ട് ചൂടുകാലം വരുന്നതെന്നല്ല, ഇപ്പം ചൂടുകാലം തുടങ്ങിക്കഴിഞ്ഞു. 1100 രൂപയുടെ റയോണിൻ്റെ സ്റ്റഫാണ്. നല്ല നല്ല സ്റ്റഫാണ്. ഇതിൻ്റെ ഈ ഷോളും കൂടെ കൂട്ടി നോക്കാം. അപ്പോൾ എന്നാ രസമാണെന്ന് കാണാം. ഷോളിൻ്റെ അറ്റവും ഷോളും കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഈ ഷോൾ ഇടാനാണെങ്കിലും നമുക്ക് സുഖമാണ്, കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു സെമി ഫംഗ്ഷൻ വെയർ ആയിട്ട് പോലും ഇടാം. അത്രയ്ക്ക് നല്ല ഷോളാണ്. നിങ്ങൾക്ക് ഈ ചുരിദാറിന് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്ലെയിൻ സാധനങ്ങൾ, പ്ലെയിൻ ഐറ്റമുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകൾക്കൊക്കെ ഈ ഷോൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന് വേണമെങ്കിലും ഇടാം. റയോണാണ് സ്റ്റഫ്. ഇത് വരും നല്ല റയോണിൻ്റെ തന്നെ മെറ്റീരിയലിൽ ബോട്ടം. അതിൻ്റെ കളേഴ്സുണ്ട്. കളേഴ്സ് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നല്ല അടിക്ക് പെറുക്കി രാവിലെ വന്നേച്ച് എല്ലാവരും ഇന്നലത്തെ അംഗത്തിൻ്റെ മിച്ചം എല്ലാം ചെയ്തു വെച്ചാൽ ഞാൻ വന്നതെല്ലാം കുളമാക്കി. ഇതുണ്ട് നേവി ബ്ലൂ ഉണ്ട്. ഇത് വരും ഷോള് ബോഡി. ഇത് മുന്താണിയുടെ ഭാഗമാണ് ഈ കാണിക്കുന്നത്, അല്ലല്ല ഇത് ഇങ്ങനെ വരും ഷോള്. നേവി ബ്ലൂ ഉണ്ട്. പർപ്പിളുണ്ട്. വരും ഷോള്. മെറൂണുണ്ട്. കണ്ടോ, മെറൂണൊക്കെ എന്നാ രസമെന്ന് നോക്ക്. ഭയങ്കര കംഫർട്ടാണ്. എന്നും കൊണ്ട് അതിനുള്ള റേറ്റ് ഇല്ല. 1100 രൂപയുള്ളൂ റേറ്റ്. റയോണിന് റേറ്റ് ഉണ്ട്. നമ്മൾ കോട്ടണെ കഴിഞ്ഞും റേറ്റ്, നല്ല റയോണിന് കോട്ടണെ കഴിഞ്ഞും റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ റയോണിൻ്റെ കുർത്തി എടുത്താൽ പോലും കോട്ടണെ കഴിഞ്ഞും റേറ്റ് കൂടുതൽ. നമുക്ക് ഇഷ്ടം പോലെ ഇത് കാണിക്കാനല്ല, ഈ വേനൽ അല്ലെങ്കിൽ ഈ ചൂടുകാലം പ്രമാണിച്ച് ഇഷ്ടം പോലെ റയോണിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഇത് ഇരിക്കുന്ന എല്ലാം റയോണാണ്. അജ്രക്ക് വേണ്ടി വരുന്ന റയോണ്. എല്ലാം റയോണിൻ്റെ മെറ്റീരിയലുകളാണ്. ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ വരിക. അല്ലാത്തവർ ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ കണ്ട് വീഡിയോ ഒക്കെ കണ്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് വീഡിയോ കോൾ എടുക്കാൻ ഞങ്ങൾ ഷോപ്പിലെ ഓൺലൈൻ നമ്പർ തരാം. അതിൽ കോൺടാക്ട് ചെയ്താൽ അവർ ഷോപ്പിൽ നിന്ന് വീഡിയോയോ ഫോട്ടോയോ ഒക്കെ വിശദമായിട്ട് എടുത്തു തരും. അപ്പോൾ ഞാൻ ഒത്തിരി കാലം കൊണ്ട് ചുരിദാർ സെറ്റ് കാണിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം, ചുരിദാർ സെറ്റ് കാണിക്കാൻ എനിക്ക് ഒട്ടും കംഫർട്ടല്ല. അത് എന്താണോ എനിക്ക് അങ്ങോട്ട് പിടുത്തമല്ല. അങ്ങോട്ട് ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ് കേട്ടോ. ബിസിനസ്സിനകത്ത് അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. ഞാൻ കാണിക്കാം. ഇഷ്ടംപോലെ പാർട്ടി വെയർ ചുരിദാർ സെറ്റ് നമുക്ക് അവൈലബിളാണ്. ഇഷ്ടംപോലെ എന്ന് പറയാൻ കാണിക്കാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് അത്രയും നമ്മുടെ കടയിൽ അവൈലബിൾ ആണെന്ന് പറയുന്നതിൽ. ഒരെണ്ണം കൂടെ ഒന്ന് കാണിച്ചേട്ടോ. ചേർന്ന് ഇത് കണ്ടോ, പ്ലെയിൻ വന്നിട്ടില്ല. താഴെ ഈ ഒരു ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിയേക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ടോപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സാധനം വരും. ഷോളിലും ഇങ്ങനെ ഇത് വരും. പാർട്ടി വെയറാണ്. നല്ല ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. റേറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 2 നമ്പറിൽ ഏതിലെങ്കിലും സാരി എന്നും നിങ്ങൾ ബുക്ക് ചെയ്യുന്ന 8848522394 ആ നമ്പറിലാണ്. ഈ ചുരിദാർ സെറ്റ് ആ നമ്പറിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അത് ഷോപ്പിലെ ഓൺലൈൻ ചെയ്യുന്നവരുടെ നമ്പറാണ്. താങ്ക് യു.